ബിനിൽ അല്പസമയത്തിനകം പി.വി. മുരളീധരൻ നായരുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട വാഴമുട്ടത്തെ ഭവനത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ധാരാളം ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഒപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നാടിനെ സംബന്ധിച്ച് വലിയ ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 62 വയസ്സ് ഉള്ള അദ്ദേഹം ഈ പ്രായത്തിലും സ്വന്തം ജോലിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഗൾഫിൽ തുടർന്നത്. പലവട്ടം അദ്ദേഹം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ സമയം എത്തുമ്പോഴും അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായിട്ടുള്ള സേവനം അത് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓരോ പ്രാവശ്യവും കുവൈറ്റിലേക്ക് തിരിച്ചു വിളിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലും അദ്ദേഹം പോയപ്പോൾ പറഞ്ഞത് ഉടൻ തന്നെ തിരിച്ചു വരും, വിശ്രമ ജീവിതത്തിനായി തിരിച്ചു വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം സഫലമായില്ല. ഇപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള യാത്രാമധ്യേ കോഴഞ്ചേരി കഴിഞ്ഞ് ആംബുലൻസ് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റിനകം തന്നെ മൃതശരീരം സ്വഭവനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് 6 പേരുടെ ജീവനാണ് ഈ കുവൈറ്റിലെ തീപിടുത്തത്തിൽ പൊലിഞ്ഞത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ പൊലിഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 6 ഭവനങ്ങളിലും ഇന്ന് വലിയ ദുഃഖം തന്നെയാണ്. ഒപ്പം തന്നെ ബന്ധുക്കളും മറ്റുള്ള സുഹൃത്തുക്കളും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവരുമെല്ലാം തന്നെ വലിയ ദുഃഖത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകളാണ് മുരളീധരൻ നായരെ ഒരു നോക്ക് കാണുന്നതിനായി ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ കോന്നി MLA KU നിതീഷ് കുമാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വലിയ ഒരു ദുഃഖം തന്നെയാണ്. ഇപ്പോൾ ഇന്ന് പി.വി. മുരളീധരൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുകയാണ്. മറ്റുള്ള ആളുകളുടെയൊക്കെ മരിച്ചവരുടെയൊക്കെ സംസ്കാര ചടങ്ങ് വരും ദിവസങ്ങളാണ് നടക്കുക. ജില്ലാ ഭരണകൂടം ഇന്ന് തിരുവല്ലയിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി എല്ലാ സുരക്ഷയോടും സജ്ജീകരണങ്ങളോടും കൂടി വീടുകളിലേക്കും ഒപ്പം തന്നെ മോർച്ചറിയിലേക്കുമൊക്കെ എത്തിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? കോന്നിയിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ സജു വർഗീസിൻ്റെ മൃതശരീരം ഇപ്പോൾ ചായലോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുന്നത് 17-ാം തീയതി എന്ന നിലയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഇന്ന് തന്നെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് അദ്ദേഹം വിദേശത്ത് പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തിലും ഒക്കെ സജീവമായി ഇടപെട്ട് നിന്ന ഒരാളാണ്. ഇപ്പോൾ എല്ലാ ആളുകളുമായി നല്ല വൈകാരികമായ ബന്ധം കൂടി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളെ മൃതശരീരം കാണിച്ചതിന് ശേഷം വളരെ വേഗം തന്നെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ബന്ധുക്കളും എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 25 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. 25 മിനിറ്റിനുള്ളിൽ തന്നെ ഭൗതിക ശരീരം ഈ വാഴമുട്ടത്തെ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തിരുവല്ലയ്ക്ക് സമീപം ഇലിഞ്ചത്ത് അവിടെ വെച്ചായിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ മൃതദേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് വീടുകളിലേക്കും ഒപ്പം തന്നെ മോർച്ചകളിലേക്കുമൊക്കെ മാറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മുരളീധരൻ നായരുടെ സംസ്കാര ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 5 പേരുടെ സംസ്കാര ചടങ്ങ് വരും ദിവസങ്ങളിലായിരിക്കും നടക്കുക. എല്ലാവരും തന്നെ ഒരു ദുഃഖഭാവത്തിൽ തന്നെയാണ്. വീടിനോട് ചേർന്ന് പുരയിടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടിയുള്ള സംസ്കാര ചടങ്ങിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ബിനിൽ, ഉറപ്പായിട്ടും പ്രവീൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പി.വി. മുരളീധരൻ നായർ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് തിരികെ വരണമെന്ന ആഗ്രഹം പക്ഷേ സഫലമായില്ല. ചേതനയേറ്റ ശരീരമായിട്ടാണ് പി.വി. മുരളീധരൻ നായർ അവിടേക്ക് തിരികെ എത്തിച്ചേരുക. അല്പസമയത്തിനോടകം തന്നെ മൃതദേഹം എത്തിച്ചേരും.